വി എസ് രഞ്ജിത്തും ഗോകുലും നമുക്കൊപ്പം ചേരുകയാണ്. വി എസ് രഞ്ജിത്ത്, ഗുഡ് ഈവനിംഗ്. വിവാദങ്ങൾ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇതാ സംഗമത്തിലേക്ക് എത്തുമ്പോഴും ആ വിവാദങ്ങൾ തുടരുകയാണ്. അതിനിടയിൽ ഒരു സ്വർണ്ണപ്പാളിയും കയറി വന്നിട്ടുണ്ട്. ഈ വിവാദങ്ങളും തർക്കങ്ങൾക്കും ഒക്കെ ഇടയിൽ നടക്കുന്ന സംഗമം ശ്രദ്ധാകേന്ദ്രമാവുകയല്ലേ? തീർച്ചയായിട്ടും സർക്കാർ ഒരു അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതൊരു പശ്ചാത്താപമായിട്ടാണ് പലരും കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPM-ഉം LDF സർക്കാരും സ്വീകരിച്ച അന്നത്തെ നിലപാട് അത് തെറ്റായിപ്പോയെന്ന് പിന്നീട് CPM-ന് ബോധ്യപ്പെടുകയും അതിനനുസരിച്ചുള്ള പ്രചരണങ്ങൾ, വീട് കയറി പ്രചരണമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു പടി കൂടി കടന്ന് വിശ്വാസികളുടെ ഒരു സംഗമം സംഘടിപ്പിക്കുകയും ആ വിശ്വാസികൾക്കിടയിൽ ഒരു വിശ്വാസ്യത പാർട്ടിയിലും സർക്കാരിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൂടി രാഷ്ട്രീയ ലക്ഷ്യം ഈ വിശ്വാസ സംഗമത്തിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ വിശ്വാസ സമൂഹത്തോടാണ് പ്രതിപക്ഷവും BJP-യും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു കപട വിശ്വാസമാണ്. ശബരിമലയുടെ യഥാർത്ഥ വികസനത്തിനു വേണ്ടി, വിശ്വാസികളുടെ വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി LDF സർക്കാരിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കപട വിശ്വാസ സംഗമമാണ് എന്നുള്ളതാണ് കോൺഗ്രസും BJP-യും ഒരുപോലെ പറയുന്നത്. കോൺഗ്രസും BJP-യും ഉന്നയിക്കുന്ന വിഷയങ്ങളിലും സമാനതയുണ്ട്. ഇപ്പോൾ സ്വർണ്ണപ്പാളി വിഷയം BJP-യും ഉന്നയിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസും ഉന്നയിക്കുന്നുണ്ട്. CPM സ്ത്രീ പ്രവേശന കാലഘട്ടത്തിൽ സ്വീകരിച്ച നിലപാടിലെ കാപട്യം ഈ ഇരുകൂട്ടരും ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ആക്ഷേപം അത് കോൺഗ്രസും BJP-യും ഒരുപോലെ സ്വീകരിക്കുന്നുണ്ട്. BJP-യുടെ സംസ്ഥാന മുൻ അധ്യക്ഷനായിട്ടുള്ള കുമ്മനം രാജശേഖരൻ പറയുന്നതനുസരിച്ച് BJP-യുടെ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ശബരിമല ഒരു ആഗോള ടൂറിസം, ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതി സർക്കാരിന്റെ കയ്യിലുണ്ട്. ആ പദ്ധതിയിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല. 7 കോടി ചെലവാക്കി വിശ്വാസ സംഗമം നടത്തുന്നത് തീർച്ചയായും ഒരു പാഴ്ചെലവാണ്. ആ തുക ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും ഇതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ ഇമ്പാക്ട് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആരോപണമാണ്. ഓക്കെ രഞ്ജിത്ത്, ഇനി ബദൽ അയ്യപ്പ സംഗമത്തിന്റെ കാര്യങ്ങളാണ് അറിയേണ്ടത്. ഗോകുൽനാഥ്, 22-ാം തീയതിയാണ് ബദൽ അയ്യപ്പ സംഗമം. പന്തളം കൊട്ടാരം നാളത്തെ സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല. എന്നാൽ ബദൽ സംഗമത്തിന് അവരുണ്ടാകുമോ? പന്തളത്ത് വെച്ചാണ് പരിപാടി നടത്തുന്നത്. അത് നാളെ നടക്കുന്ന പമ്പയിലെ സംഗമത്തെക്കാൾ വലിയ പരിപാടിയാക്കി മാറ്റാനായിട്ടുള്ള ഒരുക്കങ്ങളാണോ? സുജയ, തീർച്ചയായും പന്തളത്ത് നടക്കുന്ന സംഗമം പമ്പാ സംഗമത്തെക്കാൾ വലുതാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയങ്ങളുമില്ല. കാരണം 1500-ഓളം പ്രതിനിധികളും അതേപോലെ തന്നെ സന്യാസി ശ്രേഷ്ഠന്മാരും അടക്കമുള്ളവർ, മഠാധിപതികളും അടക്കമുള്ള ആളുകളാണ് പങ്കെടുക്കുക. അതുപോലെ തന്നെ 16ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ പ്രതിനിധികളും ഉണ്ടാകും. അതേപോലെ തന്നെ പമ്പാ സംഗമത്തിന് സമാനമായി തന്നെ വിവിധ സെഷനുകളായി എങ്ങനെയാണ് ശബരിമല വികസനം മുന്നോട്ട് പോകേണ്ടത്, അത് വിശ്വാസത്തോടൊപ്പം തന്നെ ഇത്തരത്തിൽ വികസനവും മുൻപോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കൂടിയാകും അവിടെ ചർച്ചയിലേക്ക് വരിക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം കഴിഞ്ഞ കുറേയേറെ കാലമായി സുപ്രീം കോടതി ഈ വിഷയത്തിൽ പലപ്പോഴായി ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോഴൊക്കെ തന്നെ ഈ വിഷയത്തിൽ വലിയ മെല്ലപ്പോക്കുണ്ടായി. 2006-ലാണ് ഈ വിഷയം ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ഒരു നയരേഖ ഉണ്ടാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും 2007 കാലഘട്ടത്തിലാണ് ഇത് മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്തത്. പിന്നീട് പല കമ്പനികളെയും ഏൽപ്പിക്കുകയും ആ കമ്പനികളുടെയൊക്കെ തന്നെ മാസ്റ്റർ പ്ലാനുകളിലും ഒക്കെ വലിയ വീഴ്ച ഉണ്ടാകുകയും അങ്ങനെയാണ് പിന്നീട് ഈ തിരുവനന്തപുരം ബേസ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് ഇത്തരത്തിലെ ഒരു മാസ്റ്റർ പ്ലാനുമായിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ലാഹ പ്രദേശത്താണ്. ലാഹ പ്രദേശത്ത് നിരവധി അയ്യപ്പന്മാർ തമ്പടിച്ചിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ ഇപ്പോൾ തിരിച്ച് പന്തളത്തേക്ക് പോവുകയാണ്. പമ്പയിൽ നിന്ന് പന്തളത്തേക്കുള്ള യാത്രയിലാണ് ഇവരൊക്കെ തന്നെ. ഇവരെല്ലാം ഈ പന്തളം സംഗമവും കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും കർണാടകയിലേക്ക് തിരിച്ചു പോവുക. കർണാടക, ആന്ധ്ര, അതേപോലെ തന്നെ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള നിരവധി ഭക്തർ എന്തായാലും പന്തളം സംഗമത്തിലും പങ്കെടുത്തതിന് ശേഷമായിരിക്കും തിരിച്ച് അവരവരുടെ നാട്ടുകളിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം തന്നെ ജനസഞ്ചയം അവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏറ്റവും ഇനി ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ ജനങ്ങളെ കയറ്റുന്നതിൽ അല്ലെങ്കിൽ ഭക്തവിശ്വാസികളെ ശബരിമല ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിലാണ്. കാരണം VIP-കളും ഇന്ന് വന്ന് തമ്പടിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ ജനങ്ങൾക്ക് നിയന്ത്രണമുണ്ടോ ശബരിമല? അറിയുമോ അതിന്? ഇല്ല, നമ്മളങ്ങോട്ട് പോവുകയാണ്. ശബരിമലയിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. അറിഞ്ഞു, നാളെ അയ്യപ്പ സംഗമമാണെന്ന് അറിഞ്ഞു. ചെന്നാലേ അറിയത്തുള്ളൂ. ബുദ്ധിമുട്ട്. ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണോ വരുന്നത്? ഇല്ല, അവിടെ സ്പോട്ട് ബുക്കിംഗ് ചെയ്യാമെന്നും പറഞ്ഞു പോയാണ്. എന്തായാലും നിയന്ത്രണങ്ങളെ പറ്റി അറിവില്ല. എന്തായാലും ഈ സമാന്തര അയ്യപ്പ സംഗമം പന്തളത്ത് നടക്കുകയാണ്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? സമാന്തര അയ്യപ്പ സംഗമം സർക്കാർ നാളെ നടത്തുന്നതിന് ബദലായിട്ട് നടക്കുകയാണ്. സർക്കാർ നടത്തുന്നത് ഒരു ഇരട്ടത്താപ്പായിട്ടാണ് തോന്നുന്നത്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാ അയ്യപ്പ ഭക്തരെയും മനസ്സിലൊരു മുറിവേൽപ്പിച്ചാണ് യുവതി പ്രവേശനം അവിടെ പ്ലാൻ ചെയ്തതും സർക്കാർ തിടുക്കം കാട്ടി യുവതി പ്രവേശനം അവിടെ നടത്തിയത്.
അപ്പൊ അതിൽ നിന്നും മറയ്ക്കാനായിട്ട് ഒരു രാഷ്ട്രീയ ഇപ്പോൾ ശബരിമല ദർശനത്തിന് പോകുന്ന ഒരു ഭക്തന്റെ പ്രതികരണമാണ് ഗോകുൽ കേൾപ്പിച്ചത്. താങ്ക് യു ഗോകുൽ. അപ്പോൾ